അടുത്ത കാലത്ത് കൂടിയ ഏറ്റവും ഗ്രാൻഡ് കല്യാണം, 10,000 പേര് പങ്കെടുത്തൊരു കല്യാണം. റഷ്യൻ സുന്ദരിമാരെ ഇങ്ങനെ വാളിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. രഞ്ജിനി ഹരിദാസ് ഹോസ്റ്റ് ചെയ്ത് ലോക പ്രശസ്ത പെർക്കഷനിസ്റ്റ് ശിവമണി അല്ലെങ്കിൽ ഡ്രംസ് ശിവമണിയും വിരലുകൊണ്ട് തന്റെ കീബോർഡിൽ അമ്മാനമാടുന്ന സ്റ്റീഫൻ ദേവസ്യം പെർഫോം ചെയ്തൊരു കിടിലൻ കല്യാണം. കൂടെ ഒരു അടിപൊളി ഫുഡിന്റെ ലിസ്റ്റും ഉണ്ട്. ഒരു ഇന്ന ഐറ്റംസ് ലൈവായിട്ട് കുനാഫയും അപ്പൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ തന്നെ വെറൈറ്റി ആട്ടോ. ഏകദേശം 10,000 പേര് പങ്കെടുത്ത ഈ കല്യാണം നടന്ന് കറുകുറ്റിയിലെ അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിലാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞ് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലവറിന്റെ ആണെങ്കിലും ലൈറ്റിന്റെ ആണെങ്കിലും ഡിസൈൻ ഒക്കെ അടിപൊളിയുണ്ടോ. ഹോളിന്റെ അകത്ത് കൗണ്ടേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടത് തട്ടുകടയാണ്. അവിടെ കപ്പ, മീൻകറി, കൊഴുവ ഫ്രൈ, പിടി, കോഴിക്കറി എല്ലാം സെറ്റ് ചെയ്തേക്കണു. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കൗണ്ടർ ആയിക്കോട്ടെ, ഡിസൈനർ കൗണ്ടർ ആയിക്കോട്ടെ, വുഡിന്റെ കൗണ്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും സംഭവം എല്ലാം സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നു. ടേബിൾസ് ആണെങ്കിലും ചെയർസ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ഹാളാണ്. അതിൽ നല്ല രാജകീയമായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജ് നല്ല ഭംഗിയായിട്ട്. ഞാൻ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. വലിയൊരു ഡെസേർട്ട് കൗണ്ടർ കണ്ടു കേട്ടോ. അവിടെ ലൈവായിട്ട് കുനാഫ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടി കുനാഫ ഞാൻ അവരുടെ കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സ്നാക്സിന്റെ ഡ്രിങ്ക്സിന്റെ ഒക്കെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഐറ്റംസ്, കബാബ്സ്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ ലൈവ് പിസ്സ സംഗതി നമ്മുടെ മുമ്പിൽ തന്നെ ഓവനിൽ വെച്ച് റെഡി ആക്കി എടുക്കുന്നു. അതിങ്ങനെ ഡിസ്പ്ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോമോസ് പല ടൈപ്പ് ഉണ്ട്. അതുപോലെ മെയിൻ കോഴ്സിലേക്കുള്ള തവ ഫിഷ്, ബാസ ഫിഷ്, ഗ്രീൻ ചില്ലി ഫ്ലേവറിൽ ഇങ്ങനെ എല്ലാം മസാല പുരട്ടി എല്ലാം തവയിലിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്തൂരി ചിക്കൻ ഇങ്ങനെ റെഡിയാക്കി ഹാങ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. 3 ഫ്ലേവറിൽ തന്തൂരി ചിക്കൻ ഉണ്ട്. അതൊന്നും പോരാണ്ട് ബ്രെഡ് ഐറ്റത്തിൽ ബൺ പൊറോട്ട റെഡിയാക്കുന്നു. മെയിൻ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ നടക്കുവാണ്. ഒരു സൈഡിൽ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുവാണെങ്കിൽ വേറെ സൈഡിൽ റൈസ് ദമ്മിട്ട് സെറ്റ് ചെയ്ത് അതിന്റെ മേളിലേക്ക് വേണ്ട മസാലയും മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞതും സവാള വറുത്തതും നട്ട്സും കിസ്മിസും എല്ലാം കൂടി ഇട്ട് ദം ചെയ്ത് സെറ്റ് ചെയ്യും കേട്ടോ. 10-15 ചെമ്പ് ബിരിയാണി റെഡിയാക്കുന്നുണ്ട്. ഇന്നത്തെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പെരേപ്പാടൻ ഫുഡ് കോർട്ട് കാറ്ററേഴ്സ് ആണ് ചാലക്കുടിയിലുള്ള. അപ്പോൾ ഞാൻ വീണ്ടും ഹോളിന്റെ അകത്തേക്ക് വന്നു. നേരെ അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഓണായി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാളിലെ പെയിന്റിങ്, അതായത് 3D പെയിന്റിങ് പോലെ 2 റഷ്യൻ സുന്ദരിമാര്, അവർ കാല് നിലത്ത് തൊട്ടിട്ടില്ല, അവരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ് 2 സൈഡിലായിട്ട്. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് ഏകദേശം 150-200 ഇടയ്ക്ക് സർവീസ് ബോയ്സ് ഉണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പെരേപ്പാടൻസിന്റെ ക്യാപ്റ്റന്മാരും ഓണറും എല്ലാവരും കൂടെയും ചേർന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയും സർവീസ് ക്യാപ്റ്റന്മാർ ഈ ഒരു വർക്കിനുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരാൾ നിന്ന് പാലപ്പം ചുടുന്നത് കണ്ടു. വെറൈറ്റി ആയിട്ട് ആള് സംഭവം കറക്കി എടുക്കുന്ന ചട്ടി സംഭവം മാവും കൊഴിച്ച് കഴിഞ്ഞിട്ട് കയ്യിലെടുത്ത് 2 കറക്കല്. അല്ലാണ്ട് സംഭവം ഇങ്ങനെ പതുക്കെ ചുറ്റിക്കലോ അല്ലെങ്കിൽ തവി കൊണ്ട് ചുറ്റിക്കലോ ഒന്നുമല്ല. ഈ ഒരു സ്പീഡിലാണ് ആള് ചെയ്യുന്നത്. അത് കുറച്ചു നേരം കണ്ടു നിന്നിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോയി. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ ബാസ ഫിഷ് തവ ചെയ്തതുണ്ട്, പിന്നെ ബീഫ് ചട്ടിക്കറി ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്. ഇതാണ് വേറൊരു സ്പെഷ്യല്, മുർഗ് മുസ്ലം. അതുപോലെ ആലപ്പി മട്ടൻ കറി. പിന്നെ ബ്രെഡ് ഐറ്റത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ റുമാലി റൊട്ടി, ചപ്പാത്തി, ബൺ പൊറോട്ട, അപ്പം. അതുപോലെ നല്ല കുത്തരി ചോറുണ്ട്, മീൻ വറ്റിച്ചതുണ്ട്, അത് നല്ല എരിവുള്ള കറി കേട്ടോ. അതുപോലെ പൈനാപ്പിൾ കറി ഉണ്ട്, പയർ തോരനുണ്ട്, പിന്നെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്. അതൊന്നും പോരാണ്ട് ഒരുപാട് വെറൈറ്റി സലാഡ്സിന്റെ കൗണ്ടേഴ്സും ഫ്രൂട്ട്സിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. വേറൊരു വശത്ത് ഹെർബൽ ടീ കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ഞാനൊരു സുലൈമാനിയും മേടിച്ച് കുടിച്ച് ഇങ്ങനെ ചെറുക്കനും പെണ്ണും വരാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോളിന്റെ ബാക്കി അറേഞ്ച്മെന്റ്സും കാര്യങ്ങളെല്ലാം കണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഡ്രിങ്ക്സ്, വെൽക്കം ഡ്രിങ്ക് കുടിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് എത്തിപ്പിക്കുകയാണ്. നമ്മുടെ ചെറുക്കന്റെയും പെണ്ണിന്റെയും ഗ്രാൻഡ് എൻട്രി. ഒരു BMW കൺവെർട്ടബിൾ ആയിട്ട് ഒരു കയറി വരുന്നത് നമ്മുടെ ഇന്നത്തെ താരങ്ങളായിട്ടുള്ള ഗോകുലും കീർത്തനയും. ഇവരുടെ കൂടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഉണ്ട്. നേരെ ഹാളിലേക്ക് എൻട്രി ആയി കഴിഞ്ഞ് മെയിൻ ഹാളിലേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ ഇവരുടെ കൂടെ ഒരു 4 റഷ്യൻ സുന്ദരിമാരും ഇവർക്ക് വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ഡാൻസേഴ്സും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഇവരെ വെൽക്കം ചെയ്ത് നേരെ ഹാളിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാളൂടെ കാത്തിക്കുന്നുണ്ട്, രഞ്ജിനി ഹരിദാസ്. നമ്മുടെ ഇന്നത്തെ വരൻ പെരുമ്പാവൂർ ബേസ് ചെയ്തിട്ടുള്ള സന്നിധാനം ഗ്രൂപ്പിന്റെ ഓണർ ആയിട്ടുള്ള സന്തോഷ് ചേട്ടന്റെ മകനാണ്. അവര് ഫുൾ ഫാമിലി ഇപ്പൊ സ്റ്റേജിൽ കയറി. ഒരു 5 മാസം മുമ്പായിരുന്നു അവരുടെ മൂത്ത മകന്റെ കല്യാണം, വിഷ്ണുവിന്റെ അമ്മുവിന്റെ. ആ ഒരു ഗ്രാൻഡ് കല്യാണത്തിന്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നടക്കുന്നത് ഇവരുടെ രണ്ടുപേരെയും കേക്ക് കട്ടിംഗ് സെറമണിയാണ്. ഗ്രാൻഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കേക്ക് സ്റ്റാൻഡും പിന്നെ കൂൾ ഫെയറും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സംഗതി നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഗ്രാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവര് നേരെ സ്റ്റേജിലേക്ക് കയറി. സ്റ്റേജില് ഫാമിലി ഫോട്ടോ കാര്യങ്ങളെല്ലാം നടക്കണു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹോള് നിറഞ്ഞു കേട്ടോ. ആദ്യം കണ്ട പോലെയൊന്നുമല്ല, ആൾക്കാർ തിങ്ങി നിറഞ്ഞാണ് നിൽക്കുന്നത്.
ഒരു സൈഡില് ഡാൻസേഴ്സ് പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഒരു മുറയ്ക്ക്. അങ്ങനെ എല്ലാം കണ്ടു നിന്ന് കഴിഞ്ഞപ്പോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പോ ഞാനും ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഒരു അപ്പവും റുമാലിയും അതുപോലെ നമ്മുടെ മട്ടൻ കറിയും മുർഗ് മുസ്ലം ഒരു തവാ ഫിഷ് ഇതെടുത്ത് കഴിച്ചു നോക്കി. എനിക്ക് ആ മട്ടൻ കറിയൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ സാധനമായിരുന്നു. അതുപോലെ ചിക്കൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്. ഞാൻ ബീഫ് ബിരിയാണി എടുത്തേ, ഒരു ചിക്കൻ ഫ്രൈയും എടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാര്യം കാണുന്നത്. സന്തോഷേട്ടന്റെ 2 മക്കളുടെ കല്യാണം ഒരു 5 മാസം ഗ്യാപ്പിലാണ് നടന്നത്. അപ്പൊ ഈ 2 കല്യാണത്തിനോടനുബന്ധിച്ച് 5 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുത്തു. അതുപോലെ 4 കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് പേർക്ക് മാതൃകയാക്കാവുന്ന ഒരു കുടുംബമാണ് കേട്ടോ ഇത്. Ladies and gentlemen, let's give it up for our one and only world percussionist, the magician that is Padmashri Shivamani. Shivamani sir, good to see you back after a long time. Fingers on keys. നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ദേവസിക്ക് നല്ലൊരു കൈ കൊടുക്കാം. പിന്നെ അങ്ങോട്ട് ഹാളിൽ ഒരു ഓളം തന്നെയായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു പെർഫോമൻസ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളോട് തടിച്ചു കൂടിയേക്കണേ. ഹാള് നിറഞ്ഞ് തിങ്ങിയാണ് ആൾക്കാർ. സെക്യൂരിറ്റി ഒക്കെ തടഞ്ഞു നിർത്തിയാണ് ആൾക്കാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുമാത്രം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഒരു പ്രോഗ്രാം. അപ്പോഴും സ്റ്റേജില് ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആളുകളെല്ലാം ശിവമണിയുടെയും സ്റ്റീഫൻ ദേവസിയുടെയും ഈ ഒരു പെർഫോമൻസിൽ ഇങ്ങനെ മുഴുകി നിൽക്കുവാണ്.